റെഡിയാണോ കുട്ടാ? യെസ് കുട്ടാ, വി ആർ കുട്ടൻസ് ഇൻ ഫ്രാൻസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗാർസാൻറ്റിലാണ്. ഇത് ഇവിടുത്തെ ഒരു പാർക്കാണ്. സോ അതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ട്രെയിൻ സ്റ്റേഷനാണ്. ഇവിടുത്തെ മോസ്റ്റ് ഹ്യൂജ് ട്രെയിൻ സ്റ്റേഷനുണ്ട്, SNCF ഒക്കെ വരുന്നത്. പിന്നെ അടുത്ത ഏറ്റവും വലിയ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്. പിന്നെ ട്രാം സ്റ്റേഷൻ ഉണ്ട്. പിന്നെ ഇവരുടെയൊക്കെ മെയിൻ ഓഫീസൊക്കെ ഇവിടെയാണ് ലൊക്കേറ്റ്. പിന്നെ ഈ പാർക്കിൻ്റെ അകത്ത് ഒരുപാട് ഫൗണ്ടൈൻ ഉണ്ട്, ഒരു കുഞ്ഞ് ഫൗണ്ടൈൻ ഉണ്ട്. പിന്നെ വാർ മെമ്മോറിയലിൻ്റെ ഈ പേരൊക്കെ എഴുതി വയ്ക്കുന്ന സ്റ്റോൺസ്, മാർബിൾസ് അങ്ങനെയൊക്കെ ഉണ്ട്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ട്രാം സ്റ്റേഷൻ്റെ സെൻറ്റർ ഇവിടെയാണ്. മറ്റേ നമ്മുടെ ട്രാം കാർഡ് ഫസ്റ്റ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് വന്നെടുക്കേണ്ട സ്റ്റേഷൻ ഇവിടെ നിയർ ആയിട്ടാണ്. പിന്നെ നിങ്ങൾക്കത് ഓൺലൈനും എടുക്കാം. പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഫോണിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് കാണിക്കണം, പിന്നെ സ്റ്റുഡൻറ്റ് കാർഡും കാണിക്കണം. അതുകൊണ്ട് കാണിച്ച് പിന്നെ പാസ്പോർട്ടും കാണിച്ചാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് കാർഡ് എടുക്കുന്നത്. സോ നമുക്ക് ഈ പാർക്കിനെ ചുറ്റി കാണാം. ഓക്കേ. സ്കൈ നോക്ക്. ഇതാണ് SNCF റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പാരീസിൽ നിന്ന് ഫസ്റ്റ് ടൈം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെയാണ് ഇറങ്ങിയത്. ആണോ? യെസ്. ഞാൻ ബസ്സിലായിരുന്നു വന്നത്, അതുകൊണ്ട് ഞാൻ TGVയിൽ. അന്ന് നമ്മൾ പാരീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ബസ് സ്റ്റോപ്പ് കാണിച്ചില്ലായിരുന്നു, അവിടെയാണ് ഞാൻ വന്നിറങ്ങിയത്. ഇവിടെയാണ് ആരതി വന്നിറങ്ങിയത്. എല്ലാവരും നോക്കൂ ഗൈസ്. അതാണ് ഗ്രാൻഡ് റെയിംസ്. അവിടെ കാണുന്ന ഓറഞ്ച് കളർ, അവിടെയാണ് നമ്മൾ സ്റ്റുഡൻറ്റ് കാർഡൊക്കെ എടുക്കാൻ പോകുന്നത്. അവിടെയാണ് ഞാൻ വന്ന് സ്റ്റുഡൻറ്റ് കാർഡ് എടുത്തത്. നീ ഓൺലൈനിലല്ലായിരുന്നു എടുത്തത്? ഇത്തവണ ഞാൻ ഇത്തവണ എടുത്തപ്പോൾ ഇവിടെ നിന്ന് എടുത്തത്. ഓക്കെ. അല്ല, നമ്മുടെ നാട്ടിൽ ബീൻസ് വയറ് പോലത്തെ സാധനം അല്ലേ? ഇതൊരു വലിയ മരാ. കണ്ട സാധനങ്ങൾ ഇവിടെ ഈ ഒരു ഫ്രെയിം കാണുമ്പോഴുണ്ടായിരുന്നു. നമ്മൾ നോട്ട്ബുക്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കാണുമല്ലോ, അപ്പുറം ഇപ്പുറം മരം വന്നിട്ട് സ്ട്രെയിറ്റ് നടക്കുന്നു. വീഴാതിരുന്നാൽ മതിയായിരുന്നു. വേണോ? വേണ്ട. ഇത് റെസിസ്റ്റൻസ് മൂവ്മെൻറ്റിനെ കമമറേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിരുന്നു. ഐ തിങ്ക് ഇവിടെ വേൾഡ് വാർ 2 നടന്നപ്പോൾ അതിൽ മരിച്ചവരുടെയും അതിന് ഫൈറ്റ് ചെയ്ത ആൾക്കാരുടെയും പേരൊക്കെ ഇവിടെ മാർബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആണോ? അവിടെ രണ്ട് സൈഡ് വെച്ച്. സോ ഇവിടെ ഫ്രാൻസിൽ വളരെ വലിയ ഇതൊന്നും നടന്നിട്ടില്ല. പക്ഷേ ജർമ്മൻ ഓക്യുപ്പേഷൻ സമയത്ത് അവർ ഫൈറ്റ് ചെയ്തതും അങ്ങനത്തെ പ്ലേസസും മെമ്മോറാൻഡം ഡേ ഒക്കെ ആയിരുന്നു. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓരോ ആൾക്കാരുടെയും പേരുകളാണ്. വേൾഡ് വാർ 2 ആകുമ്പോൾ എന്തായാലും ഒബിയസ്ലി കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ടാവുമല്ലോ. ഫ്രഞ്ച് ആർമീൻ്റെ ഇതാണ്. ഇനിയിപ്പം നേരെ നമ്മൾ സ്ട്രെയിറ്റ് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈ ഡൈനിങ്. ഓക്കെ. പക്ഷെ നമുക്ക് കയറാൻ ആഗ്രഹമില്ല, താഴെ നിന്ന് കാണാനും ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. കാരണം ഞങ്ങളുടെ ഈ പൈസ ഇല്ല, വെറുതെ എന്തിനാ കയറി. സോ ഇവിടെ ലഗൂട്ട് ദ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞ ഫുഡ് ഫെസ്റ്റിവൽ നടക്കാണ്. അതുകൊണ്ടൊരു ഗുണ്ടുമണി പട്ടി നടന്നു വരുന്നു കാണിച്ചത്. ആരതിക്ക് പട്ടി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എവിടെ പട്ടിയെ കണ്ടാലും വീഡിയോ എടുക്കും. പാർക്കാണെന്ന് ഞങ്ങൾ ഒബ്വിയസ്ലി പറഞ്ഞായിരുന്നല്ലോ. ഫാമിലീസൊക്കെ കുറേ അധികം വന്നിട്ടുണ്ടെന്ന്. സൺഡേ ആയതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ
നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരാറുണ്ട്, പക്ഷെ കൊച്ചു പിള്ളേരാണ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത് കളിക്കാൻ വേണ്ടിയിട്ടും. സോ ലാഗൂട്ട് എന്ന് പറഞ്ഞൊരു ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ നടക്കുകയാണ്. ലോട്ട് ഓഫ് ഇൻ്റർനാഷണൽ ഷെഫ്സ് ഒക്കെ വന്ന് അവരുടെ സ്കിൽസ് ഇവിടെ കാണിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സെമിനാർസ് അങ്ങനെയൊക്കെ ഉണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കൈ ഡൈൻ ഇവിടെ നടക്കുന്നത്. നമ്മൾ നോക്കി സ്കെഡ്യൂൾ നോക്കിയപ്പം, പക്ഷേ നമുക്ക് പോകാൻ ആഗ്രഹമുള്ളതിലൊക്കെ ഒത്തിരി എക്സ്പെൻസീവ്, 100-200 euros ഒക്കെയാണ്. അല്ലെങ്കിൽ സെമിനാറൊക്കെ ഫ്രീ ആണ്, പക്ഷെ അതിന് പോയതിൻ്റെ പ്രത്യേകിച്ച് കാര്യം അത് ഒബ്വിയസ്ലി ഫ്രഞ്ചിലായിരിക്കും. നമ്മൾ പിന്നെ എന്ത്, പിന്നെ ഫാമേഴ്സ് മാർക്കറ്റ് ഉണ്ട് ഇവിടെ. ഐ തിങ്ക് അതാണെന്ന് തോന്നുന്നു മാർക്കറ്റ്. ഇത് എവിടെ ഇങ്ങനെ നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്നത്തെ പോയി നോക്കാം. ലെറ്റ്സ് ഗോ. ഇതും എന്തോ ബിൽഡിങ്സ്, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഹിസ്റ്ററീസ് ഉണ്ടാവും. ഇതാണ് പോർട്ടുമാസ്. ഇത് ഒരു മോണുമെന്റൽ ആർക്കാണ്. റോമൻ എംപയറിന്റെ കാലത്ത് എന്തോ ഉണ്ടാക്കിയ സംഭവമാണിത്. ഓക്കെ. സോ ഇതെന്ന് പറഞ്ഞാൽ ഇതെന്താ സിഗ്നിഫൈ ചെയ്യുന്നത് തന്നെ, ഇതാണ് നോർത്തേൺ എൻട്രൻസ്. ഇത് ഗ്രാൻഡ് റാഞ്ചിലേക്ക് കയറാനുള്ള നോർത്തേൺ എൻട്രൻസ് ആണ്. ഓക്കെ. പക്ഷെ നമ്മൾ ഇതുവഴി അല്ലല്ലോ എൻട്രൻസ് ചെയ്യുന്നത്. ഇത് പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കിയിട്ടില്ല. ആ സമയത്ത് ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം നോക്കിയാൽ ആ പണ്ടത്തെ ഒരു ടച്ച് ഉണ്ട് അല്ലേ. ഞങ്ങൾ പറഞ്ഞ സ്കൈ ഡൈ ഇവിടെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടെയാണ് എൻട്രി. പക്ഷെ ഇതുവഴി ഓപ്പൺ ആയിട്ട് കാണിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ് വേണമായിരിക്കും. അവിടെ സെക്യൂരിറ്റീസ് ഒക്കെ നിൽപ്പുണ്ട്. എന്തായാലും അപ്പുറത്തെ സൈഡിലും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. അത് എൻട്രി പാസ് ഉള്ളതുകൊണ്ടല്ല, ആക്ച്വലി ഇന്നത്തെ സമയം തീർന്നു. ഇന്നാണെന്ന് തോന്നുന്നല്ലേ ലാസ്റ്റ് ഡേ. ഇന്നാണ് ലാസ്റ്റ് ഡേ. 6 മണി വരെ ഉള്ളൂ. എല്ലാവരും പാക്ക് ചെയ്ത് പോകുന്നതിൻ്റെ ബഹളമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ വിചാരിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല. സാരമില്ല. റോഡ് സൈഡിലെല്ലാം നല്ല ഫ്ലവേഴ്സ്. അവിടെ ഒരു ആർക്കിടെക്ചർ ഉണ്ട്, പക്ഷെ അവിടോട്ട് എൻട്രി ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഫൈൻ അടിച്ച് കഴിഞ്ഞാൽ പൈസ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടിട്ട് പോകാം വിചാരിച്ചു. അതെന്തുവാ? ഐ തിങ്ക് എന്തോ വൈനിന്റെ പ്ലേസ് ആണ് തോന്നുന്നു. ഇവിടെ ഒരുപാട് വൈൻ സെന്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ. ഐ തിങ്ക് ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഒരുപാട് വൈൻ ടേസ്റ്റിംഗ് ഇത് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ സ്പേസ് അവിടെയാണ്. ഓക്കെ. നമ്മൾ നേരത്തെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് നടന്ന് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി ഇപ്പുറത്തെ സൈഡിൽ കൂടെ തിരിച്ചു വരികയാണ്. അപ്പോഴേ ഇവിടെ റാൻസിൽ ഇവിടെ 2-3 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിൽ ഇത് 2 ഉണ്ട്. പിന്നെ ഈ നിയറായിട്ട് ഇസ്താംബുൾ അങ്ങനത്തെ തബാക്ക് ടാക്കോസ് ഷോപ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ റാൻസിൽ ഞങ്ങൾ കത്തീഡ്രലിൻ്റെ നിയറായിട്ട് കുറേ അധികം ഷോപ്സ്, ഫുഡ് ബർഗർ, KFC, പിസ്സ ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. അതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വ്ലോഗ്. എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.